ഇന്നലെ ദിയയുടെയും സാഹിറിന്റെയും വിവാഹമായിരുന്നു. ഭർതൃഗൃഹത്തിലെ അപരിചിതമായ അന്തരീക്ഷത്തോട് ദിയ വേഗം ഇണങ്ങി. പിറ്റേന്ന് അവൾ നേരത്തെ എണീറ്റ് കുളിച്ച് നിസ്കരിച്ച ശേഷം അടുക്കളയിൽ കയറി. അപ്പോഴേക്കും സാഹിറിന്റെ ഉമ്മയും വന്നു. പ്രാതലിന് വേണ്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും അവളുടെ ഭർത്താവടക്കം വീട്ടിലെ എല്ലാവരും ഹാളിൽ വന്നിരുന്നു. മോളെ, ഇവരിനി കുറെ നേരം വർത്താനം പറഞ്ഞിരിക്കും. നീ ഇവർക്കുള്ള ചായ കൊണ്ടു കൊടുക്ക്. അടുക്കളയിൽ നിന്ന് 3 കപ്പ് ചായയുമായി സ്വാധീനമില്ലാതെ പാദം വലിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ അവൾ 1 കപ്പ് ചായ സാഹിറിന്റെ ഉപ്പ അബൂബക്കർ ഹാജിക്ക് നൽകി. ശേഷം അവൾ വെച്ച് നീട്ടിയ 1 കപ്പ് ചായ അടുത്തു തന്നെ ഉണ്ടായിരുന്ന ഭർത്താവ് സാഹിറും വാങ്ങിച്ചു. മറ്റേ കപ്പ് അവൾ സാഹിറിന്റെ മൂത്ത ഇക്ക ജമാലിന് കൊടുത്തു. വിറക്കുന്ന കൈകളോടെ അയാൾ അത് വാങ്ങി. അനിയൻ സാഹിറിന്റെ ഭാര്യ നൽകിയ ആ ചായക്കപ്പ് ചുണ്ടോടടുപ്പിക്കുമ്പോൾ ജമാൽ ഓർത്തു, വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഭാര്യയായി വരേണ്ടവളാണിവൾ. ഈയൊരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ അവളെ കാണാൻ തനിക്ക് കെൽപ്പില്ലാത്തതായിരുന്നു എല്ലാത്തിന്റെയും കാരണം. തന്റെ നശിച്ച ദുർബുദ്ധി കാരണം തനിക്ക് നഷ്ടപ്പെട്ട പെണ്ണെന്നാണ് എല്ലാവരും പറയുന്നതെങ്കിലും സത്യത്തിൽ ഒരു പെണ്ണിന്റെ ഈയൊരവസ്ഥയെ നേരിടാനുള്ള ഭയമാണല്ലോ എല്ലാത്തിനും കാരണം. ഒരു കാലത്ത് ജമാലിനെ കെട്ടി ആ വീടിന്റെ അടുക്കളയിൽ നിന്നും ഒരു ചായ ഉണ്ടാക്കി ജമാലിന് നൽകാൻ സ്വപ്നം കണ്ടവളായിരുന്നു ഈ ദിയ. അന്ന് വിധി അതിനനുവദിച്ചില്ല. പക്ഷെ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞപ്പോൾ ഇന്ന് അതേ അടുക്കളയിൽ നിന്നും ഒരു ചായ ഉണ്ടാക്കി അവന് നൽകണമെന്നത് അവളുടെ ഒരു പ്രതികാരമായിരുന്നു. അവൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, അതുപോലെ പ്രതീക്ഷയും. ഒരു നിമിഷം കൊണ്ട് തല്ലി തകർത്ത് വിധി അവളുടെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടത് അവൾ ഇഷ്ടപ്പെട്ട പുരുഷനെയും അവളുടെ ഒരു പാദത്തിന്റെ ചലനശേഷിയുമായിരുന്നു. അടുക്കളയിലേക്ക് തിരിച്ചു കയറിയ അവൾ അതോർത്ത് തേങ്ങി. അവളുടെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവ പരമ്പര അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു. പേരുകേട്ട അലവിക്കൽ തറവാട്ടിലെ അഹമ്മദ് ഹാജിയുടെ സന്തതിയാണ് ഈ ദിയ. കൊട്ടാരം പോലുള്ള ആ വീട്ടിൽ ഭാര്യ സുബൈദയെയും വേലക്കാരികളെയും ഭരിച്ച് അയാൾ അങ്ങനെ കഴിയുകയാണ്. അന്ന് നല്ല കലിപ്പിലായിരുന്നു അഹമ്മദ് ഹാജി. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. ഫോൺ എടുത്ത ഉടനെ മറുതലയ്ക്കൽ കുഞ്ഞന്ത്രു ബ്രോക്കറാണെന്നറിഞ്ഞപ്പോ അഹമ്മദ് ഹാജിക്ക് ദേഷ്യം കയറി. ദേ കുഞ്ഞന്ത്രു, പെണ്ണ് കാണാനാണെന്നും പറഞ്ഞ് നീ അതുപോലുള്ള കണ്ട അലവലാദികളെയും കൊണ്ട് എന്റെ വീടിന്റെ ഈ പടി കയറരുത്. ഞങ്ങളുടെ പെണ്ണിനെ ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ടേ കെട്ടിക്കുന്നുള്ളൂ. അതുപോലുള്ള വല്ല ചെറുക്കനും ഉണ്ടെങ്കിൽ പറ, നമുക്ക് ആലോചിക്കാം. അഹമ്മദ് ഹാജിക്ക, സർക്കാർ ഓഫീസിലല്ലെങ്കിലും ആ ചെറുക്കനും നല്ല ശമ്പളമുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. എന്ത് കമ്പനിയാടോ? പെൻഷൻ കിട്ടോ? അവന്റെ കാലശേഷം അവന്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടുമോ? ഹർത്താലും കോവിഡ് പോലുള്ള പകർച്ചവ്യാധിയും നാട്ടിൽ വന്ന ലോക്ക്ഡൌൺ ആക്കി അടച്ചിട്ട ചുമ്മാ വീട്ടിലിരിക്കാൻ പറ്റുമോ? ക്യാഷ് ലീവ് കിട്ടുമോ? എന്തിനധികം നേരാവണ്ണം ഒന്ന് ലീവ് എടുക്കാൻ പറ്റുമോ? അത് പിന്നെ ബ്രോക്കർ കുഞ്ഞന്ത്രു ഫോണിന്റെ മറുതലയ്ക്കൽ നിശബ്ദത പാലിക്കാനേ പറ്റിയുള്ളൂ. അഹമ്മദ് ഹാജിക്ക് വിഷമിക്കണ്ട, ഇനി മോൾക്ക് പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥനെയും കൊണ്ട് മാത്രമേ ഞാൻ വരുള്ളൂ, കുഞ്ഞന്ത്രു ഉറപ്പു നൽകി. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം മോളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നതിനെക്കുറിച്ച് അവളുടെ മാതാപിതാക്കൾക്ക് സ്വന്തമായ ഒരു തീരുമാനമെടുക്കുന്നതിൽ പരിപൂർണ അവകാശമുണ്ട്. അവരത് ആഗ്രഹിക്കുന്നതും നടപ്പാക്കുന്നതിലും തെറ്റൊന്നുമില്ല. കാരണം പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടത് ചെയ്യാൻ മാതാപിതാക്കൾക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വവും ഉണ്ട്. കുഞ്ഞന്ത്രുവിന് അതറിയാം. അങ്ങനെയിരിക്കെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞന്ത്രുവിന് വിവാഹത്തിനായി പെണ്ണന്വേഷിച്ച് തെക്ക് വടക്ക് നടക്കുന്ന നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടി. ചെറുക്കനോട് അടുത്ത ലീവുള്ള ദിവസം വരാൻ പറഞ്ഞ കുഞ്ഞന്ത്രു അതേക്കുറിച്ച് നേരിട്ട് ചെന്ന് അഹമ്മദ് ഹാജിയെ കൂടുതൽ പ്രലോഭിപ്പിക്കാനായി ഒരു ദിവസം അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു. ആ നാട്ടിലെ കവലയിൽ ബസ്സിറങ്ങിയ കുഞ്ഞന്ത്രു ഒരു സോഡ കുടിച്ച് അഹമ്മദ് ഹാജിയുടെ വീട്ടിലേക്ക് തിരിയുന്ന റോഡിലെ നടന്നു. അപ്പോഴതാ കവലയിൽ പുതുതായി അനാദിക്കട തുടങ്ങുന്ന ചെറുപ്പക്കാരനായ സാഹിർ മുന്നിൽ നടന്നു നീങ്ങുന്നു. ഹലോ സാഹിർ, എങ്ങോട്ടാ ഇത്ര കഷ്ടപ്പെട്ട്? സാഹിറിന്റെ ഏതോ ഒരു കാലിന് ഇത്തിരി നീളം കുറവുണ്ട്. അതുകൊണ്ട് നടത്തത്തിൽ അല്പം മുടന്തുണ്ടോന്ന് നാട്ടുകാർക്ക് നല്ല സംശയമുണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ കാണുമ്പോൾ ആ മുടന്ത് മനഃപൂർവ്വം ഇല്ലാതാക്കി നടക്കാൻ അവനാകും. ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് വ്യത്യാസം. അതുകൊണ്ട് തന്നെ ശത്രുക്കള് മുടന്തൻ സാഹിർ എന്നും സ്നേഹമുള്ളവർ സാഹുമോൻ എന്നും വിളിക്കും. അല്ല, ആരിത്? കുഞ്ഞന്ത്രിക്കയോ? കുറെ നാളായാലും ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. എന്തോന്ന് പറയാനാ സാഹുമോനെ, ഇപ്പൊ കല്യാണമൊക്കെ വളരെ കുറവാണ്. ചിലര് പ്രേമവും ഒളിച്ചോട്ടവുമായി നടക്കുന്നു, ചിലര് മക്കളെ പേടിച്ച് പ്രേമിച്ചവരെ തന്നെ കെട്ടിക്കോളാൻ സമ്മതിക്കുന്നു. അതൊക്കെ നമ്മുടെ കച്ചവടത്തെ ബാധിക്കില്ലേ? ശരിയാ, നമുക്ക് പ്രേമവും ഇല്ല, അറേഞ്ചും കിട്ടില്ല. നിന്നെ പോലെ ഇരുന്നിടത്ത് കാശ് കൊണ്ടുതരുന്ന കച്ചവടമൊന്നും നമുക്കില്ലല്ലോ. ആട്ടെ, നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? കട വിപുലീകരിച്ചത് കുഞ്ഞന്ത്രുക്കൊക്കെ അറിയാലോ. എന്റെ കടയുടെ അടുത്തുള്ള വീട്ടുകാരെയൊക്കെ നേരിട്ട് പോയി ക്ഷണിക്കണം. ഇനി ആ അഹമ്മദ് ഹാജിയുടെ തറവാട്ടിൽ ചെല്ലാനുണ്ട്. അത് നല്ല കാര്യ. നീ ആള് കൊള്ളാലോടാ സാഹു. നിന്റെ വിനയവും ബഹുമാനവുമാണ് നിന്റെ പ്ലസ് പോയിന്റ്. നാട്ടുകാരൊക്കെ ഒന്ന് ഇംപ്രസ് ആയ കച്ചവടം പൊടിക്ക. പിന്നെ ഞാനും അങ്ങോട്ടേക്കാ പോകുന്നേ, അഹമ്മദ് ഹാജിയുടെ വീട്ടിലേക്ക്. ആണോ? എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം.
ഇതേ സമയം അഹമ്മദ് ഹാജിയും ഭാര്യയും കുശലം പറഞ്ഞുകൊണ്ട് വീടിന്റെ പൂമുഖത്തിരിക്കുകയായിരുന്നു. ഹാജിക്ക, നമ്മുടെ ബ്രോക്കർ കുഞ്ഞന്ത്രു ഒരു പുതിയ കക്ഷിയെ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു. ആണോ? നമ്മുടെ മോളെവിടെ? ദിയ പുറത്തു പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ, അതേതായാലും നന്നായി. നമ്മുടെ മോളുടെ സൗന്ദര്യം മുഴുവൻ പുറത്തുണ്ടാകുമല്ലോ. അഹമ്മദ് ഹാജിയും ഭാര്യയും പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൂരെ നിന്നും നടന്നു വരുന്ന കുഞ്ഞന്ത്രുവിനെയും കൂടെയുള്ള പയ്യനെയും കണ്ടു. തുറന്നിട്ട ഗേറ്റിലൂടെ നടന്നു വരുന്ന അവരെ കണ്ട് അഹമ്മദ് ഹാജിയും ഭാര്യയും ഞെട്ടി. ഈ കുഞ്ഞന്ത്രുവിന് ഇതെന്തിന്റെ കേടാ? ഇതാ മുടന്തൻ സാഹിറല്ലേ? അഹമ്മദ് ഹാജി സംശയത്തോടെ ഭാര്യയോട് ചോദിച്ചു. അവനിപ്പോ വലിയ കാശുകാരനായത്രേ. കവലയിൽ സൂപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങി. അഹമ്മദ് ഹാജിയുടെ ഭാര്യ അവരറിഞ്ഞ സത്യം പറഞ്ഞു. ആർക്ക് വേണം തോട്ടത്തിൽ അബൂബക്കറിന്റെ മകന്റെ ബന്ധം? അവന് വല്ല വിദ്യാഭ്യാസം ഉണ്ടോ? ഈ കവലയിലെ കട മുഴുവനും അവന്റേതായാലും ആർക്ക് വേണോ അവനെ? ഭാര്യയുടെ വാക്കുകേട്ട് അഹമ്മദ് ഹാജി പുച്ഛിച്ചു പറഞ്ഞു. അതെ അതെ, കഷ്ടം. ഇനി ഈ ബ്രോക്കർ കുഞ്ഞന്ത്രു അവന്റെ കാശിന്റെ കാര്യവും മറ്റും പറഞ്ഞ് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ നോക്കും. ഹാജിക്ക, ഒന്ന് കരുതിയിരുന്നോ, നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയുടെ കാര്യമാണ്. ഭാര്യ ആവലാതിപ്പെട്ടുകൊണ്ട് മുന്നറിയിപ്പ് നൽകി. നീ ഒന്ന് ചുമ്മാതിരി. അവന്റെ ക്യാൻവാസും ബ്രെയിൻ വാഷും ഒന്നും എന്റെ അടുത്ത് ചെലവാകില്ല. നല്ല ആട്ട അഡ്വാൻസ് ആയി വെച്ചു കൊടുക്കുന്നുണ്ട്. ബ്രോക്കർ കുഞ്ഞന്ത്രുവും സാഹിറും പൂമുഖപ്പടിയിലെത്തി. കുഞ്ഞന്ത്രു അകത്ത് കയറാൻ ഭാവിച്ചു. അവിടെ നിൽക്ക്, ഇങ്ങോട്ട് കയറണ്ട. ഇവിടെ പലചരക്കുകാരന് കൊടുക്കാൻ പെണ്ണില്ല. കാശ് കുറെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ വല്ല യത്തീംഖാനയിലോ അഗതി മന്ദിരത്തിലോ പോയി പെണ്ണിനെ കണ്ടോളണം. എന്റെ മോള് ദിയ കുഞ്ഞിനെ കിട്ടില്ല. കുഞ്ഞന്ത്രു, നിന്നെയാണ് തല്ലേണ്ടത്. കുഞ്ഞമ്മദ് ഹാജിക്ക് ഇത് എന്നാ ഭാവിച്ച? ഈ ചെറുക്കൻ? ബ്രോക്കർ കുഞ്ഞന്ത്രു വിശദീകരിക്കാൻ തുടങ്ങവേ. വേണ്ട വേണ്ട, ഈ ചെറുക്കനെ പറ്റി നീ എന്നെ എഴുന്നള്ളിക്കണമെന്നില്ല. അവനെ കുറിച്ച് കുറച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഈ രോഷം? ഈ പയ്യനിവിടെ കട ഉദ്ഘാടനം പറയാൻ വരുന്നത് അറിഞ്ഞുകൊണ്ടാണോ ഈ കലാപരിപാടി? ഈ കുഞ്ഞമ്മദ് ഹാജിക്ക് സാഹിറിനോട് വല്ല മുൻപര്യാഗ്യം ഉണ്ടാകും. കുഞ്ഞന്ത്രു ആകെ കൺഫ്യൂഷനായി. കട ഉദ്ഘാടനം പറയാൻ വന്ന തന്നോട് എന്തിനാണ് ഇയാൾ പെണ്ണില്ലെന്നും പിടക്കോഴിയില്ലെന്നും പറയുന്നത്? മോളെ കെട്ടിക്കാനായപ്പോ ഇയാൾക്ക് വട്ടായോ? സാഹിറും അമ്പരന്നു പോയി. ഹാജിക്ക, ഞാൻ വന്നത്... സാഹിർ അത്രയും പറയുമ്പോഴേക്കും കുഞ്ഞമ്മദ് ഹാജി ഇടയിൽ കയറി പറഞ്ഞു. എടാ, ഈ തൊട്ടടുത്തുള്ള നീ ആ ബ്രോക്കർ കുഞ്ഞന്ത്രുവിനെയും കൂട്ടി വന്ന ആർക്കാ മനസ്സിലാവാത്തത് നീ എന്തിനാ വന്നേന്ന്? അതുകൊണ്ട് മോൻ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. നീ ഒരു മുടന്തനല്ലേടാ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു കയ്യും കാലും ഒക്കെ നേരെയുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായ എന്റെ മോളെ പെണ്ണാലോചിക്കാൻ? നിനക്ക് പെണ്ണിനെ വേണമെങ്കിൽ തരത്തിലുള്ള അവളുമാരെ ആലോചിക്കണം. അല്ലാതെ വെറും 10ാം ക്ലാസ് തോറ്റ നീ ഉപ്പാന്റെ പഴയ കടയിലിരുന്ന് കുറച്ച് കാശുണ്ടാക്കി ഇപ്പോ 5-10 ഷട്ടറുള്ള കട തുടങ്ങിയെന്ന് വെച്ച് വിദ്യാഭ്യാസവും വിവരമുള്ള പെണ്ണിനെ കിട്ടുമോ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്കാര്യത്ത് നിന്നെ കൊണ്ടുവന്ന ഇവനെയാണ് പറയേണ്ടത് എന്നും പറഞ്ഞ് അയാൾ കുഞ്ഞന്ത്രുവിന് നേരെയായി. പിന്നെ അധിക്ഷേപവും തെറിയും. സാഹിറിന് കാര്യം ഏതാണ്ടൊക്കെ പിടികിട്ടി. താൻ ഈ കല്യാണ ബ്രോക്കർ കുഞ്ഞന്ത്രുവിന്റെ കൂടെ വന്നതുകൊണ്ട് പുള്ളി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അയാളുടെ മോളെ പെണ്ണ് കാണാൻ ചെന്നതാണെന്നാ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഉറഞ്ഞു തുള്ളുന്ന അയാളെ നോക്കി സാഹിർ ഉള്ളാലെ ചിരിച്ചു. അയാളുടെ ഭാര്യയുടെ മുഖവും കടന്നൽ കുത്തിയ പോലെ ഉണ്ട്. പുറത്ത് ബഹളം കേട്ട് അപ്പോഴേക്കും മകൾ ദിയ അവിടെ കടന്നു വന്നു. എന്താ ഉപ്പ ഇവിടെ ഒരു ബഹളം? എന്താ പ്രശ്നം? അവൾ രണ്ടുപേരോടും ഉറക്കെ ചോദിച്ചു. ഉടനെ കുഞ്ഞന്ത്രു കയറി പറഞ്ഞു. മോളെ, പട്ടണത്തിലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് പെണ്ണു വേണം. അവൻ മോൾക്ക് ചേർന്ന പയ്യനാണ്. അതേക്കുറിച്ച് പറയാനാ ഞാൻ വന്നത്. വരാൻ നേരത്ത് ഈ സാഹിർ കുഞ്ഞമ്മദ് ഹാജിക്കയെ കട ഉദ്ഘാടനത്തിന് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. എന്റെ കൂടെ ഇവനെ കണ്ടപ്പോ നിന്റെ ഉപ്പ കരുതി സാഹിറാണ് ചെറുക്കനെന്ന്. അതുകൊണ്ട് അവനെ അവഹേളിച്ച് സംസാരിച്ച് ബഹളം വെക്കുകയായിരുന്നു. കുഞ്ഞന്ത്രു പറയുന്നത് കേട്ട് കുഞ്ഞഹമ്മദ് ഹാജി എളിഭനായി. ഭാര്യയും നാണം കെട്ടു. സോറി സാഹിർ മോനെ, നീ നിന്റെ കട ഉദ്ഘാടനം പറയാൻ വന്നതാണോ? കുഞ്ഞഹമ്മദ് ഹാജി നാണം കെട്ട് ചോദിച്ചു. അല്ലാതെ പിന്നെ. അതും പറഞ്ഞ് സാഹിർ അവന്റെ കയ്യിലുള്ള പൊതിയിൽ നിന്നും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്ത് അയാൾക്ക് കൊടുത്തു. ഉദ്ഘാടനത്തിന് വരണം, കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുകയും വേണം. അവൻ വളരെ എളിമയോടെ പറഞ്ഞു. അതുകൂടി ആയപ്പോ ഹാജിക്കായ്ക്ക് വല്ലാത്ത കുറ്റബോധമുണ്ടായി. എന്നെ കുഞ്ഞന്ത്രുക്കാന്റെ കൂടെ കണ്ടപ്പോ ഹാജിക്കാക്ക് കൺഫ്യൂഷൻ ആയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാനിപ്പോ പെണ്ണ് കെട്ടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അഥവാ കെട്ടുന്നുണ്ടെങ്കിൽ തന്നെ എന്റെ ഈ കാലിന്റെ ചെറിയ പോരായ്മ അറിയുന്ന, അത് ഉൾക്കൊള്ളുന്ന ആരെയെങ്കിലുമേ കെട്ടു. ദിയയെ ഇതുവരെ ഞാൻ ആ സ്ഥാനത്ത് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ? അകത്ത് കയറി ഇരിക്കുന്നില്ലേ? ഹാജിക്ക ഒരല്പം സങ്കോചത്തോടെ ചോദിച്ചു. ഇനിയിപ്പോ വേണ്ട, പിന്നീടാവട്ടെ. കുറച്ചുപേരെ കൂടി കട ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനുണ്ട്. അതും പറഞ്ഞ് സാഹിർ അന്തസ്സായി നടന്നുപോയി. ഒരു മുടന്തും പുറത്തു കണ്ടില്ല. കുഞ്ഞന്ത്രുവിന്റെ കയ്യിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുണ്ടെന്ന് കേട്ടതോടെ കുഞ്ഞഹമ്മദ് ഹാജി പിന്നെ അവനോട് വലിയ ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ച് സ്വീകരിച്ചിരുത്തി. ആട്ടെ, കുഞ്ഞന്ത്രു പറ, ആരാ പുതിയ കക്ഷി? കുഞ്ഞന്ത്രു ചെറുക്കനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നൊഴിയാതെ വിവരിച്ചു തുടങ്ങി.
ഒക്കെ കേട്ടപ്പോ കുഞ്ഞന്ദ്രു കൊണ്ടുവന്ന ആ ബന്ധം ഏതാണ്ട് ഉറപ്പിക്കാൻ തീരുമാനിച്ചു. ഇരുവർക്കും പരസ്പരം ഇഷ്ടായി. ഇരു വീട്ടുകാർക്കും ഇഷ്ടമായി. വിവാഹം നിശ്ചയിച്ചു. നീണ്ട 6 മാസം സമയമുണ്ട് വിവാഹത്തിന്. അത്രയും കാലം അവർ നന്നായി പ്രണയിച്ചു. ഇടയ്ക്ക് ദിയ ഓഫീസിൽ നിന്നും വരവെ അവൾ സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു. ഒരു ബൈക്കുമായി കൂട്ടിയിടിച്ച് ആക്സിഡന്റ് ആയി. തെറിച്ചു വീണ അവളുടെ പാദത്തിൽ കൂടെ ബസ് കയറി ഇറങ്ങി. മിശ്രഭംഗം വന്ന പാദത്തിന്റെ അസ്ഥികൾ കൂട്ടിയോജിപ്പിച്ച് അതൊരു പാദരൂപമാക്കുന്നതിന് ഡോക്ടർമാർ ഒരുപാട് പരിശ്രമിച്ചു. കുറെ നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. പാദത്തിന് അല്പം വൈകല്യവും നടക്കുമ്പോഴുള്ള ചെറിയൊരിഴച്ചിലും കാരണം വിവാഹമുറപ്പിച്ച ചെറുക്കൻ ജമാലിന്റെ മനസ്സ് മാറി. മുടന്തിയെ അവന് വേണ്ട. കാലിന് ഭേദമാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഡാമേജ് ഉണ്ട്. ആക്സിഡന്റ് ആയിട്ട് ദിയക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്താലും നിന്റെ ഈ കാല് നേരെയാകുന്നുള്ള വിശ്വാസം നല്ലതൊക്കെ തന്നെയാണ്. വിവാഹ തീയതി നിശ്ചയിച്ചത് കാര്യമാക്കണ്ട. പരസ്പരം വിവാഹം കഴിക്കാന്ന് മാത്രമേ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ടില്ല. അവരൊരു ഡേറ്റ് ആക്കി, അത്രയുള്ളൂ. മാത്രമല്ല ദിയക്ക് ഇനി ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ പോരെ. ദമ്പതികളിൽ ആർക്ക് പോരായ്മ വന്നാലും ജീവിതകാലം മുഴുവൻ സമൂഹത്തിൽ പരിഹാസ കഥാപാത്രങ്ങളായി തുടരേണ്ടി വരും. ദിയ അത്തരം കടുങ്കൈ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കുള്ളതുപോലെ നിനക്കും സർക്കാർ ഉദ്യോഗമുണ്ട്. അപ്പൊ പിന്നെ കഴിഞ്ഞുകൂടാൻ പ്രയാസമില്ല. ഏതായാലും എനിക്ക് ഇപ്പോഴേ വിവാഹം വേണ്ടതാനും. വർഷങ്ങൾ നീണ്ട പ്രേമബന്ധമൊന്നും അല്ലല്ലോ നമ്മുടേത്. ഈ അടുത്ത ചെറിയ കാലത്തിനുള്ളിൽ തമ്മ കണ്ടപ്പോ തോന്നിയ ഒരു അട്രാക്ഷൻ. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നതൊക്കെ ശരി തന്നെ. വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കാറില്ലല്ലോ. എല്ലാം വിധി. എനിക്ക് വിവാഹത്തെക്കുറിച്ചും വന്നു കയറുന്ന പെണ്ണിനെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അതാണിപ്പോ തകർന്നടിഞ്ഞത്. ഒരു പരീക്ഷണത്തിന് ഞാനില്ല. ജീവിതാകുമ്പോ ഒരു ദീർഘവീക്ഷണമൊക്കെ വേണ്ടതാണ്. നമ്മൾ തമ്മിൽ എന്നും നല്ല സുഹൃത്തായി തുടരും ദിയ. സ്കൂട്ടർ അപകടത്തിന് ശേഷം ദിയയുടെ ഒരു കാലിന്റെ പാദത്തിന് സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹോസ്പിറ്റലിലായ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത പ്രതിശ്രുത വരൻ ജമാലിനെ ആവതില്ലാത്ത കാലുകൊണ്ട് അവന്റെ മുകളിലുള്ള നിലയിലെ ഓഫീസിൽ ചെന്ന് കണ്ടപ്പോൾ ഉള്ള വർത്തമാനമാണ് ആ കേട്ടത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ വാക്കുകൾ കേട്ടപ്പോൾ ദിയ അമ്പരന്നു പോയി. തന്റെ ആക്സിഡന്റ് ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ലായിരിക്കും എന്നായിരുന്നു കരുതിയത്. മാത്രമല്ല ഫോണൊക്കെ അപകടത്തിൽപ്പെട്ട് നശിച്ചത് കാരണം കോണ്ടാക്ട് ചെയ്യാനും പറ്റിയില്ല. എനിക്കല്പം തിരക്കുണ്ടെന്നും പറഞ്ഞ് അയാൾ ഓഫീസ് ബാഗും എടുത്ത് ഓഫീസിൽ നിന്നിറങ്ങി നടന്നു. തന്നെ ഒരു കെയറും ചെയ്യാതെ നടന്നു നീങ്ങുന്ന അവനെ നോക്കി അവൾ കണ്ണീർ പൊഴിച്ചു. കണ്ണിൽ ചോരയില്ലാത്ത ദുഷ്ടനെ ആയിരുന്നല്ലോ ഞാൻ ആഗ്രഹിച്ചു പോയത്. അവൾ എങ്ങനെയൊക്കെയോ പടിയിറങ്ങി താഴെ എത്തുമ്പോ അവൻ വണ്ടിയിൽ കയറി യാത്രയായി. ദിയ കഷ്ടപ്പെട്ട് അവളുടെ 3 വീൽ സ്കൂട്ടറിനടുത്ത് എത്തി. സങ്കടം കൊണ്ട് കരച്ചിലടക്കാനായില്ല. സ്കൂട്ടർ ഓടിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും അവൾ വഴിയിലുടനീളം കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇന്നവൾ സാഹിറിന്റെ ഭാര്യയാണ്. അവന്റെ മാറിൽ തലവെച്ച് കിടക്കാൻ കൊതിയോടെ ദിയ ആവതില്ലാത്ത കാൽപാദം കൊണ്ട് ശ്രമിക്കുന്നത് കണ്ട് സാഹിർ അവളെ പൊക്കിയെടുത്ത് നെഞ്ചിൽ കിടത്തി. അവൾക്ക് സന്തോഷമായി. ഇടതുകാലിന്റെ പാദത്തിലെ ബലം അവൾക്കൊരു ആക്സിഡന്റിൽ അല്പം നഷ്ടമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് സാഹിർ അവളെ കെട്ടിയത്. അപകടത്തിന് മുമ്പ് ഒരുപാട് ചെറുക്കന്മാർ പെണ്ണുകണ്ടു പോയതാണ് ദിയയെ. അന്ന് വന്ന പയ്യന്മാരെയൊന്നും അവളുടെ മാതാപിതാക്കൾക്ക് ബോധിച്ചില്ല. സാഹിറിന്റെ ഭാര്യയാകാനായിരുന്നു കാലമൊരുക്കിയ ചില കുസൃതികൾ. അങ്ങനെ കിടന്നുകൊണ്ട് അവളുടെ ചിന്തകൾ അതിലേക്ക് പറന്നു നടക്കാൻ തുടങ്ങി. പെണ്ണ് തരില്ലെന്ന് പറഞ്ഞ് കുഞ്ഞാമദാജി ഒരു പ്രാവശ്യം സാഹിറിനെ അയാളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നമുക്കറിയാം. പിന്നീട് എങ്ങനെയാണ് സാഹിർ തന്നെ അവളെ കെട്ടാനിടയായതെന്ന് നമുക്ക് നോക്കാം. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങി. പാദത്തിന് ചില പോരായ്മകൾ ഉണ്ടെങ്കിലും ദിയ തന്റെ സ്കൂട്ടിയിൽ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. അതിനുശേഷം അവിടെ ആരും പെണ്ണന്വേഷിച്ചു വന്നില്ല. 1-2 വർഷങ്ങൾ കടന്നുപോയി. ദിയക്ക് വയസ്സ് കൂടി വന്നു. വിവാഹപ്രായമൊക്കെ അതിക്രമിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥനായ ജ്യേഷ്ഠൻ ജമാൽ ഇപ്പോഴും കെട്ടാച്ചരക്കായി വീട്ടിൽ തന്നെ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി വിവാഹത്തിനൊരുങ്ങുന്നതും ഉമ്മയൊക്കെ കൊണ്ടുപോയി പെണ്ണിനെ കണ്ട് വിവാഹം ഉറപ്പിച്ചതും ഒക്കെയാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചപ്പോഴാണ് ദിയയാണ് തന്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിക്കാൻ ആലോചിച്ചതെന്ന് സാഹിർ അറിയുന്നത്. കുഞ്ഞാമദാജി അന്ന് പറഞ്ഞ വാക്ക് സാഹിർ ഓർത്തു. നിനക്ക് പറ്റിയ പെണ്ണിനെ അന്വേഷിച്ചാ പോരെ? എന്തോരം പെൺകുട്ടികൾ കാലും കയ്യും ആവാത്തതായി ഈ നാട്ടിലുണ്ട്. ഒരു ദിവസം സാഹിർ തന്റെ ഉപ്പ അബുബക്കറിനെയും കൂട്ടി കുഞ്ഞാമദാജിയുടെ വീട്ടിലെത്തി. എന്റെ മൂത്ത മോനു വേണ്ടി ഒരു പ്രാവശ്യം ഞാനിവിടെ പെണ്ണന്വേഷിച്ചു വന്നതാണ്. വിവാഹം ഉറപ്പിച്ചതുമാണ്. നിങ്ങളുടെ മകൾ അപകടത്തിൽപ്പെട്ടപ്പോ അവന്റെ മനസ്സ് പതറി. അത് കാരണം അന്നാ വിവാഹം മുടങ്ങി. എനിക്കതിന്റെ ദുഃഖം മനസ്സിലുണ്ട്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? കെട്ടുന്നവർക്ക് വേണ്ടെങ്കിൽ പിന്നെ മാതാപിതാക്കൾക്ക് തല്ലി കെട്ടിക്കാൻ പറ്റുമോ? നിന്റെ പെണ്ണിനെ കൊടുക്കുന്ന കുഞ്ഞമ്മദാജി നീ. എന്റെ മോൻ സാഹിർ അവനൊരു പാവ. അവൻ കെട്ടിക്കൊണ്ടുപോയി നന്നായി നോക്കിക്കോളും.
ജോലിയുണ്ടെങ്കിലും കാലിന് വയ്യായികയായതുകൊണ്ട് കെട്ടുപ്രായം കഴിഞ്ഞിട്ടും കുറെ നാളുകളായി മകൾ ഉന്മേഷവതി അല്ലാതെ ജീവിതം നയിക്കുന്നത് കണ്ട് മാതാപിതാക്കൾ തീർത്തും നിരാശരായിരുന്നു. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് എത്ര നേരാ. ഇവളെ കണ്ട് ഞങ്ങൾ അല്പം അഹങ്കരിച്ചു പോയി. മോൻ എന്നോട് ക്ഷമിക്കണം. അന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ പടച്ചോൻ ഏറ്റെടുത്തെന്ന് തോന്നുന്നു. വൈകല്യത്തിലുള്ള മോനെ കെട്ടാൻ വേണ്ടി റബ്ബ് എന്റെ മോളെ താഴ്ത്തിയെങ്കിലും സ്വഭാവത്തിലും ആൾക്കാരോടുള്ള പെരുമാറ്റത്തിലും മോനോടൊത്തുയരാൻ ആ കാരുണ്യവാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കിയതായിട്ടാണ് തോന്നുന്നത്. ഈ വിവാഹത്തിന് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ സമ്മതമാണ്. പത്തിമടക്കിയ കുഞ്ഞമ്മദാജി തന്റെ അഹങ്കാരത്തിന് പറ്റിയ തെറ്റിന് നല്ലൊരു പ്രായശ്ചിത്തമായി അതിനെ കണ്ട് മോളെ സാഹിറിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സാഹിർ ദിയയെ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. മാസങ്ങൾ കഴിഞ്ഞു. സാഹിർ നൽകിയ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ നിരന്തരമായ ഫിസിയോതെറാപ്പിയും വാക്കിംഗ് പ്രാക്ടീസും കൊണ്ട് ദിയ ഒരു പരിപൂർണ മനുഷ്യനെ പോലെ നടക്കാൻ തുടങ്ങി. സമ്പൂർണമായ സുഖം പ്രാപിച്ച് യാതൊരു വൈകല്യവുമില്ലാതെ നടന്നു പോകുന്ന അവളെയും സാഹിറിനെയും കണ്ട് ജ്യേഷ്ഠൻ ജമാൽ നിറഞ്ഞ കണ്ണീരോടെ നോക്കി നിന്നുപോയി.